അപ്പോൾ അതിതീവ്ര മഴയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വെയിലൊക്കെ തെളിഞ്ഞു. നല്ല ക്ലൈമറ്റ് കേട്ടോ. ഒരു മഴക്കാറ് പോലും കാണാനില്ല. രാവിലെ തൊട്ട് നല്ല വെയിലുണ്ട്. അപ്പം മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മുടെ വീടിനടുത്തുള്ള കുളങ്ങളും തോടുകളും ഒക്കെ നിറഞ്ഞുണ്ട്. അപ്പോൾ എൻ്റെ വീടിനടുത്തുള്ളൊരു കുളം ഞാൻ കാണിച്ചു തരാം. ഒരു നീലക്കുളം. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. ഇഷ്ടംപോലെ പൈനാപ്പിളുണ്ട്. ഒന്നും പഴുത്തിട്ടില്ല. ഇങ്ങോട്ടങ്ങനെ ആരും വരാത്തതുകൊണ്ട് ഇതുവഴി അങ്ങനെ നടക്കുകയൊന്നുമില്ല കേട്ടോ. ഈ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് വള്ളക്കാട്ടിലൊക്കെ കയറി വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഭയങ്കര കൊതുകാണേ. അതുകൊണ്ട് ഇത് കൊതുകരി കത്തിച്ചുകൊണ്ടേ പറമ്പിൽ കൂടെ നടക്കാനും പറ്റുള്ളൂ. വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെ കൊതുകരി കൈ വേണം. അല്ലാണ്ട് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കൊതുക് കാരണം. ഇപ്പോൾ നമ്മൾ കുളത്തിനടുത്തെത്തി. ഇതേ ആ കാണുന്നതാണ് കേട്ടോ, നല്ല നീല കളറിലുള്ള വെള്ളം. കാണിച്ചു തരാം. കണ്ടില്ലേ? ഞാനിതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റാറ്റസൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം കുറേ പേരോട് ചോദിച്ചത് എഡിറ്റ് ചെയ്തതല്ലേ അങ്ങനെ ഇങ്ങനെയെന്ന്. പക്ഷേ എഡിറ്റ് ചെയ്തൊന്നുമല്ല കേട്ടോ. ഇതാണ് കളർ ഇങ്ങനെയാണ്. സാറിന് നിറഞ്ഞു കഴിയുമ്പം ഇത് ഈ നീല കളർ തന്നെ കിടക്കും എപ്പോഴും. ഞാൻ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയിട്ട് അടുത്ത് കാണിച്ചു തരാവേ. കണ്ടില്ലേ? ഒട്ടുക്കത്തെ ഭംഗിയാണ് കാണാൻ. നല്ല ക്ലിയർ വെള്ളമാണ്. പക്ഷെ എങ്ങനെ ഈ കളറ് വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാൻ. വീഡിയോയിൽ കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. പക്ഷേ ഇന്ന് പിന്നെ അടിവശം പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. അടിയിൽ ആ പാറയൊക്കെ ഉള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ കറക്റ്റ് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എൻ്റെ ഓപ്പോസിറ്റുള്ളൊരു വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാവേ. രണ്ടു ദിവസമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ട് ഒഴുക്ക് നിന്ന് കേട്ടോ. അല്ലെങ്കിൽ ഇതുവഴി നിറഞ്ഞ് ഇതുവഴിയാണ് ഒഴുകി താഴോട്ട് പോകുന്ന വെള്ളം. അപ്പം മഴയില്ലാത്തതുകൊണ്ട് ഒഴുക്ക് നിന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ.